ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പട്ടായ സിറ്റിയിലാണ് വന്നിട്ടുള്ളത്. പട്ടായ സിറ്റിയിൽ നിന്ന് നമ്മൾ കോറൽ ഐലൻഡിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ഒരു സ്പീഡ് ബോട്ടിലാണ്. അപ്പോൾ സ്പീഡ് ബോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നടക്കുകയാണ്. ഭയങ്കര വെയിലായിരുന്നു, നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് ആകെ ടാൻ അടിച്ച് കരിഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മൾ കുടയും തൊപ്പിയും സൺഗ്ലാസും എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ എല്ലാ സന്നാഹങ്ങളും എടുത്ത് ഒരുങ്ങിയായിരുന്നു പോയിരുന്നത്. ആൻഡ് സ്പീഡ് ബോട്ട് ജേർണി അടിപൊളിയായിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സ്പീഡ് ബോട്ടിൽ കയറി സീയിൽ സ്പീഡ് ബോട്ടിൽ പോകുന്നത്. അപ്പോൾ എനിക്കതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ നമ്മളിപ്പോൾ അണ്ടർ വാട്ടർ സീ വാക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. സീ വാക്കിങ്ങിൻ്റെ റേറ്റ് 1500 തായ് ബാത്സ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ സ്പീഡ് ബോട്ടിലാണ് വരുന്നത്. ഈ സ്പീഡ് ബോട്ടിൽ വന്നിട്ട് അവർ ഈ കാണുന്ന, അതായത് ഞാൻ നിൽക്കുന്ന ബോട്ടിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് ആരൊക്കെയാണോ അണ്ടർ വാട്ടർ സീ വാക്കിംഗ് ചെയ്യുന്നത് അവരെ മാത്രം മറ്റേ കാണുന്ന ഈ ബോട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് അവിടെ വെച്ചിട്ട് അവർക്ക് ചെറിയൊരു ക്ലാസ് ഒക്കെ കൊടുക്കും. ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ആ ബോട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ക്ലാസ് എന്ന് പറയുമ്പം എന്തൊക്കെ സയൻസ് ആണ് കാണിക്കേണ്ടത്, അങ്ങനെ ചെറിയൊരു ക്ലാസ് കൊടുക്കും. ആൻഡ് ഇത് ചെയ്യുന്നത് ഗ്രൂപ്പായിട്ടായിരിക്കും, ഇൻഡിവിജ്വലി ആയിരിക്കില്ല. ഒരു 4-5 പേര് ചേർന്ന ഗ്രൂപ്പായിട്ടായിരിക്കും സീ വാക്കിന് പോകുന്നത്. പ്ലസ് അവരുടെ ഒരു ഗൈഡും കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പാറു ചേച്ചി പോയ സമയത്ത് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബോട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ കുറേ ശംഖും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ നോക്കി എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് പാറു ചേച്ചി പോയിട്ട് തിരിച്ചു വന്നു നല്ല സന്തോഷത്തിലാണ് വരുന്നത്. നമുക്ക് എക്സ്പീരിയൻസ് ചേച്ചിയോട് തന്നെ ചോദിച്ചറിയാം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ കോറൽസ് കണ്ടു, കുറേ ഫിഷ് കണ്ടു, ഫിഷിന് ബ്രെഡ് കൊടുത്തു, ഫിഷൊക്കെ എൻ്റെ കയ്യിൽ വന്ന് കഴിച്ചു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇനിയും ചെയ്യും, പക്ഷെ അടുത്ത തവണ ചെയ്യുമ്പോൾ നീന്തൽ പഠിച്ചിട്ട് വേണം ചെയ്യാൻ. ആൻഡ് നമ്മൾ അവിടുന്ന് നേരെ കോറൽ ഐലൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ബീച്ച് അടിപൊളിയായിരുന്നു ഗൈസ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ വാട്ടർ എന്ന് പറയുന്നത് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള വാട്ടർ, അടിപൊളിയായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പക്ഷേ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചത്, ഞങ്ങൾ എത്തിയത് ഒരു ഉച്ച ടൈമായിരുന്നു. അപ്പം നല്ല വെയിൽ ഉള്ള ഒരു ടൈമായിരുന്നു. അപ്പം ആ ഒരു ബീച്ചിൽ ഒരു ഈവനിങ് ടൈം, ഒരു 5 o'clock ആ ഒരു ടൈമിൽ വന്നായിരുന്നെങ്കിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ ഒത്തിരി വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്, ബനാന ബോട്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ.